എല്ലാ ബലാഗ് മുസീബത്തുകളെ തൊട്ടും റബ്ബ് തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅ്മാലി അഫ്ളലു, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മറുപടി പറയുന്നത്, അൻ തമൂത്ത വലിസാനുക റത്തുബും ബിദിക്രില്ല, നിന്റെ നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞ നിലയിൽ ദിക്റിന്റെ ഈർപ്പം നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് ദിക്റിലായി കൊണ്ട് നീ മരിക്കലാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതായത് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ സ്വപ്നമാണ് നല്ല മരണം. എല്ലാവരും മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ നല്ല നിലയിൽ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണല്ലോ മുസ്ലിങ്ങളുടെ പ്രത്യേകത. ഇത് മറ്റുള്ളവർക്ക് തിരിയൂല, മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവൂല, നമ്മളെ അവർക്ക് തിരിയില്ല. നമുക്ക് മരിക്കുമ്പോൾ നന്നായി മരിക്കണം, അള്ളാഹുവേ ജീവിക്കണ കാലത്തോളം നല്ല നിലയിൽ ജീവിപ്പിക്കണേ, മരിക്കുമ്പോൾ ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭരിപ്പിക്കണം. ഇതല്ലേ നമ്മുടെ ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ മരിക്കുന്ന നേരത്ത് നിന്റെ നാവ് ദിക്റിന്റെ നനവിലായി കൊണ്ട് തന്നെ മരിക്കുക. അപ്പൊ നാവ് കൊണ്ടുള്ള ദിക്ർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർക്കലാണ്. ആ ഓർക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദിക്റുകൾ. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു നാവിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. നമ്മുടെ ദിക്ർ എന്ന് പറയുന്നതിന്റെ അടിത്തറ നമ്മുടെ കൽബിൽ നിന്നുണ്ടാവേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഇമാം ഷിർക്കാവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഹിക്കമിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ദർറത്തും മിൻ അഅ്മാലിൽ കൽബി, മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരാറ്റത്തിന്റെ വലിപ്പമുള്ള ഒരു അമല്. തോനെയൊന്നുമില്ല, പക്ഷേ നാവ് കൊണ്ട് ചെയ്യുന്ന അമലല്ല, കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന അമലല്ല, അവന്റെ കൽബിലാണ് ആ ദിക്റുള്ളത്. അങ്ങനെ കൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു അണുമണി തൂക്കം, ഒരാറ്റത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു അമല്, ഖൈറും മിൻ അംസാലിൽ ജിബാലി മിൻ അഅ്മാലിൽ ജവാരിഹി, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പർവ്വത സമാനമായ അമലുകൾക്ക് തുല്യമാണെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു കാണാം. അപ്പൊ പർവ്വത സമാനമായ നിസ്കാരം, പർവ്വത സമാനമായ നോമ്പ്, അതിനോടൊക്കെ കടപിടിക്കുന്നതാണ് അല്പനേരത്തെ ദിക്ർ, കൽബിലുള്ള ദിക്ർ. ആ കൽബിലേക്ക് ദിക്ർ ഇറങ്ങണം. നാവ് കൽബിനെ സഹായിക്കുന്നതാവണം. കൽബിലുണ്ടെങ്കിലേ ദിക്റിന് അല്ലാഹു തആല അതിന്റെ പരിഗണന, യഥാർത്ഥമായ പരിഗണന ആ കൽബിലൂടെയാണ് കിട്ടേണ്ടത്. അപ്പോഴാണ് ദിക്ർ യഥാർത്ഥത്തിൽ ഫലമുള്ളതായി തീരുന്നതും. അങ്ങനെ അല്ലാതെ വന്ന ഫല യദ്ഫഉ സുൽത്താൻ ശൈത്വാൻ. ഇമാം ഗസാലി തങ്ങളെ ഇഹിയയിൽ രേഖപ്പെടുത്തുന്ന കാണാം, ദിക്റാകുക എന്ന് പറഞ്ഞ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം തസ്കിയത്തുൽ ഖൽബി വ തത്ഹീറുഹു, മനസ്സിനെ ശുദ്ധമാക്കുക, അതിനെ പരിവർത്തനപ്പെടുത്തുക, അത് പരിശുദ്ധമാക്കുക എന്നതാണ് ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ കൽബ് ശുദ്ധിയാക്കാൻ കഴിയാത്ത ദിക്റാണെങ്കിലോ ഫലാ യദ്ഫഉ സുൽത്താന ശൈത്വാൻ, അത് ശൈത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തൂല. ആ ദിക്ർ കൊണ്ട് അവൻ ശൈത്താനിൽ നിന്ന് അകലൂല, അപ്പോഴും അവന്റെ ഒപ്പം തന്നെ ആ ശൈത്താൻ ഉണ്ടാവും. അപ്പൊ കൽബിലേക്ക് നമ്മുടെ അമലുകളെ ഇറക്കി കൊണ്ടുപോകുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി അഅ്മാലിക്കും വഅസ്കാഹാ ഇൻദ മലീകിക്കും വഅർഫഇഹാ ഫീ ദറജാതിക്കും വഖൈറിൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിക്കി വഖൈറിൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാകഹും വയദ്രിബു അഅനാകക്കും. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമല് പറഞ്ഞു തരട്ടെ, ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ആ അമല് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതാണ്, നിങ്ങളുടെ പദവി ഉയർത്തുന്നതിൽ ഏറ്റവും ഉയർച്ചയുള്ളതാണ്, നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും ഖൈറാണ്, നിങ്ങൾ ശത്രുവുമായിട്ട് കൂട്ടിമുട്ടി യുദ്ധക്കളത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ ശത്രുവിനെ അങ്ങോട്ട് വെട്ടുകയോ അവൻ നിങ്ങളെ വെട്ടിക്കൊല്ലുകയോ ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ്, അതിലേറെ. അപ്പോ ജിഹാദും ഫീ സബീലില്ലാ, ഷഹീദ്, ആ ശുഹദായിന് കിട്ടുന്ന പുണ്യത്തെക്കാളും വലിയ പുണ്യം കിട്ടുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ
ചോദിക്കുകയാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ബലാ യാ റസൂലല്ലാ, അതേ നബിയെ, അന്ന് അറിയണല്ലോ ഞങ്ങൾക്ക്. അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, കാല ദിക്റുള്ള, അത് അള്ളാഹുവിന്റെ ദിക്റാണ്. അപ്പോ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും അവിടേക്ക് എത്തൂല. അങ്ങനത്തെ ഒരു അമലായി പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് എങ്ങനത്തെ ഏത് അമല്? അത് ദിക്റാണ്. എവിടം കൊണ്ടുള്ള ദിക്റാവണം? നാവിൽ ഒതുങ്ങുന്ന ദിക്റാവരുത്. അത് കൽബിലേക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയണം. നമ്മുടെ മനസ്സിൽ ആ ബോധം ഉണ്ടാവണം. ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസാണിത്. അതുകൊണ്ടാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. കാല ഇബ്നുൽ മലിക്ക്, അദ്ദേഹം പറഞ്ഞു, ഇമാം ഇബ്നുൽ മലിക്ക് തങ്ങൾ പറയുക, അൽ മുറാദു ദിക്റുൽ കൽബിയു, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഈ ദിക്ർ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റല്ല, കൽബിലുള്ള ദിക്റാണ്. മനസ്സാണ് ഏറ്റവും വലുത്. മനസ്സ് നന്നായ മനുഷ്യൻ നന്നായി. ആ മനസ്സിലാണ് ഈ ദിക്ർ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഫൈനഹു ഹുവല്ലദി ലഹുൽ മൻസിലത്തു സായിദത്തു അലാ ബദലിൽ അംവാലി വൽ അൻഫുസി, ശരീരവും മുതലും ഒക്കെ സർവസ്വവും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിക്ർ എന്ന് പറയണമെങ്കിൽ അത് നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്റായാ പോരാ. പിന്നെന്ത് വേണം? ലദിക്റു ബിൽ ലിസാനി, അത് നാവ് കൊണ്ടുള്ള ദിക്റല്ല. അതിന് ഈ പറയുന്ന കൂലി കിട്ടൂല. ഏതാണ് ഈ നാവ് കൊണ്ടുള്ള ദിക്ർ? അൽ മുഷ്തമിലു അലാ സിയാഹിൻ, അട്ടഹാസം, അല്ലേ? നമ്മൾ ദിക്ർ റാത്തീബ് മൗലൂദ് സ്വലാത്ത് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ആ ദിക്റിന്റെ സ്വഭാവം എന്താ? കുറെ അട്ടഹസിക്കുക, വൻസിയാജിൻ, കുറെ ആടുക, കുറെ ചാടുക, വശിദ്ദത്തി തഹരീൽ ഉനക്കി, കുറെ പെരടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദിക്റിനെ പറ്റിയാണ് നാവിന്റെ ദിക്ർ എന്ന് പറയുന്നത്. ആ ദിക്റല്ല ഈ പറഞ്ഞ, അതിന് ഈ പറഞ്ഞ കൂലിയൊന്നും കിട്ടൂല. അത് കൽബിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ദിക്റല്ല. മിർക്കാത്തിലെ മുല്ല അലിയിൽക്കാരി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്ന, റഹ്മത്തുള്ളാഹി തങ്ങൾ രേഖപ്പെടുത്തുന്ന വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം ദിക്റാക്കി നമ്മുടെ ദിക്റുകളെ മാറ്റാതിരിക്കാൻ നമ്മൾക്ക് കഴിയണം. ദിക്റിന്റെ ഉള്ളിൽ ഈ ആത്മാവ്, അതിന്റെ ദിക്റിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കൽബിലേക്ക് അത് ഇറങ്ങിച്ചെല്ലലാണ്. അതുകൊണ്ടാണ് പാണപ്പാക്കനാര് ഒരാളുണ്ടല്ലോ, നാറാണത്ത് ഭ്രാന്തന്റെ സഹോദരന്മാരിൽപ്പെട്ട പറയിപ്പറ്റ പന്തിരകുലത്തിലത്തെ ഒരാളാണ് പാണപ്പാക്കനാര്, പാട്ടുകാരൻ. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഉള്ളതൊന്നും ഉള്ളതല്ല, ഈ കാണുന്നതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതിന്റെ ഉള്ളിലുണ്ട് ഉള്ളതൊന്ന്, അതാണുള്ളത്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് ഖുർആൻ പറഞ്ഞാണത്. അപ്പൊ ഈ കാണുന്നതൊന്നും വാജിബുൽ വജൂദല്ല. വാജിബുൽ വജൂദായിട്ടുള്ളത് ആരേ ഉള്ളൂ? അല്ല മാത്രമേ ഉള്ളൂ. ആ അള്ളാനെ പറ്റിയുള്ള ദിക്റായിരിക്കണം എല്ലാ ദിക്റിന്റെയും കാതല്, എല്ലാ അമലിന്റെയും കാതല്, ഏത് പ്രവർത്തനത്തിന്റെയും കാതല്. നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവൻ അതുമായി ബന്ധപ്പെട്ടതാകുമ്പോഴാണ് നമ്മുടെ അമലുകൾക്ക് അല്ലാഹു തആല കൂലി തരുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുന്നതും ഒക്കെ അപ്പോഴാണ്. അല്ലാതെ ശരിയാവൂല. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ അമലുകളെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പിശാചുക്കൾ നമ്മളെ പഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അമലുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിനെ ഒരാൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അവന്റെ കൽബ് അള്ളാഹുവിൽ വ്യാപൃതമാക്കണം. മനസ്സ് അള്ളാഹുവിൽ തന്നെ ആവണം. കൽബിൽ എപ്പോഴും അല്ലാ അല്ലാ അല്ലാ. നാവിൽ അല്ലാ 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 എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് മടങ്ങ് പ്രതിഫലമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള, ഉയർന്നു നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണ് കൽബിലേക്ക് അള്ളാഹിനെ നമ്മൾ കൊണ്ടുവരല്. അള്ളാഹിനെ പറ്റി ബോധമില്ലാതെ, അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയില്ലാതെ ഒരിക്കലും അത്തരം ദിക്ർ കൊണ്ട് ഫലം കിട്ടില്ല. അതുകൊണ്ടാ റാബിയത്തുല്ലാത്ത ബി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരു മഹദി. ആളുകൾക്കിടയിൽ ഭ്രാന്തിയാണ് ആ റാബിയത്തുൽ അദബി. അദബി അള്ളാഹിനോട് പറയുന്നുണ്ട്, ദിക്റുക ഫീ കൽബി, ദിക്റുക ഫീ കൽബി വമദ്ഹുക ഫീ ഫമി വഹുസ്നുക ഫീ ഐനി ഫൈന തഗീബു. അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹുവേ ദിക്റുക ഫീ കൽബി, നിന്റെ ദിക്ർ എന്റെ കൽബിൽ തന്നെയാ. എന്റെ കൽബിൽ ഒരു നേരവും ആ ദിക്ർ നഷ്ടപ്പെട്ടിട്ടില്ല. ഓ മദ്ഹുക ഫീ ഫമി, നിന്റെ മദ്ഹ്, നിന്നെ പുകഴ്ത്തലാണ് എന്റെ നാവിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിനക്കുള്ള പുകഴ്ത്തലാണ്. വഹുസ്നുക ഫീ ഐനി, എന്റെ കണ്ണിൽ മുഴുവൻ നിന്റെ ചൊറുക്കാണ്, നിന്റെ സൗന്ദര്യമാണ് എന്റെ കണ്ണില്. അങ്ങനെയുള്ള എന്റെ മുമ്പിന്ന് ഫൈന തഗീബു, നീ എവിടെ പോയി ഒളിക്കാൻ?
നിനക്ക് എങ്ങനെ മറയാൻ കഴിയും എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് റാബിയത്തുൽ അദബിയ. അതുപോലെ നമ്മുടെ കൽബിലും കണ്ണിലും നാവിലും ഒക്കെ അള്ളാഹു വേണം. അങ്ങനെ വരുമ്പോഴാ ദിക്ർ എന്ന് പറയാം. അല്ലാതെ കുറെ ചാടലോ കുറെ കുത്തിമറിയലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കള്ളസൂഫികളൊക്കെ ചാടുന്ന ചാട്ടമൊക്കെ ഉണ്ടല്ലോ ദിക്ർ എന്നും പറഞ്ഞിട്ട് ആ കുത്തിമറിയലും ആടലും ചാടലും, അതല്ല. അള്ളാഹുവിനെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരിക. അതിന് ഏറ്റവും പ്രധാന ഏതാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഏറ്റവും വലിയ ആള്. മൊയ്തീൻ ഷെയ്ഖ് ഒന്നും അല്ലല്ലോ, ആണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുമ്പിൽ ആരല്ല ഒന്നുമല്ല, മഹാനായ ഗൗസുല്ലാഹി മൊയ്തീൻ ഷെയ്ഖ്. നമുക്ക് ഈ നാട്ടിലൊക്കെ പേരുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് വലിയ മഹാനാണ്, നമുക്ക് അത്രേ അറിയൂ. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലുള്ള ഇതൊന്നും നമ്മൾ മൂപ്പരിൽ കാണൂല. മൂപ്പരുടെ ജീവിതം പഠിച്ചാൽ അതൊന്നും കാണൂല. ഈ ദിക്റോ ഈ തസ്ബീഹ് ഈ മറിക്കലോ ഒന്നും മൂപ്പരിൽ കാണൂല. എന്തുകൊണ്ടത്? അതാണ് യഥാർത്ഥത്തിലുള്ള ദിക്ർ. അവരുടെ കൽബിൽ എപ്പോഴും ദിക്റാണ്. ആ ഖൽവത്താണ്, അള്ളാഹുവും അവരുമായിട്ടുള്ള ആ ബന്ധമാണ് അവരുടെ ജീവിതം. അതിന്റെ ഇടയിൽ രണ്ടാമതൊരാൾ വരുന്നില്ല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് സാനിയ സനൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖും ഉമർ റസൂലുള്ളാഹി തങ്ങളും മാത്രം, വേറെ ആരും കൂടല്ല. പക്ഷെ മൂന്നാമനായിട്ട് അവിടെ ആര് വരികയാണ്? അള്ളണ്ട് അവിടെ. ആ അള്ളാഹ് നമ്മുടെ കൂടെ കൂട്ടാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുത്തക്കികളായി തീരുന്നത്, ദിക്റുള്ളവരായി തീരുന്നത്. അതാണ് നമ്മുടെ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളൊക്കെ പഠിപ്പിച്ച മാർഗം അതാണ്. അതുകൊണ്ട് എവിടെയും അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയാവണം, ആ ദിക്റാവണം. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നഫി ഖൽഖിസ് സമാവാതി വൽ അർദി വൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാവും പകലും മാറി മാറി വരുന്നതിലും അതേപോലെ തന്നെ ഇരുട്ടും വെളിച്ചവും ഒക്കെ ഉണ്ടാകുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുമൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണ് ഈ ബുദ്ധിയുള്ളവര്? അവരാണ്, അതാണ് ദിക്ർ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും അവരൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, നിന്നും ഇരുന്നും കടന്നുമൊക്കെ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി അവർ ചിന്തിക്കുന്നവരാണ്. എങ്ങനെ ഈ ആകാശം ഉണ്ടായി? ഇതാ ദിക്ർ, വലിയ ദിക്റാത്. ഇത് ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഈ അത്ഭുതങ്ങൾ എന്തൊക്കെ അത്ഭുതങ്ങളാ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്നൊരു ദുആയുണ്ട്. അത് ബോധ്യപ്പെടുമ്പോ ആ ദിക്ർ കൽബിലേക്ക് വരുമ്പോ അറിയാതെ നമ്മൾ അങ്ങ് ദ്വാർക്കും റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, താനെ ഉണ്ടായതല്ല, നീ വെറുതെ പടച്ചതല്ല. ഓരോ നിന്റെ ലോകത്ത് കാണുന്ന ഓരോ പുൽക്കൊടിയുടെ സൃഷ്ടിപ്പിലും നിനക്ക് പ്രത്യേകമായ കാഴ്ചപ്പാടുകളും നിന്റെ പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുമുണ്ട് തമ്പുരാനെ, ഞാനത് സമ്മതിക്കുന്നുവെന്ന് നമ്മൾ തുറന്ന് പറയുന്നൊരവസ്ഥ നമ്മിലേക്ക് ഉണ്ടാവണം. ആ ചിന്ത നമ്മിലേക്ക് വരണം. അതിനാണ് ദിക്ർ എന്ന് പറയുന്നതും. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ദിക്റും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, അൽ മുറാദ് മിന ദിക്രി. നബവി ഇമാമിന്റെ ഒരു കിതാബുണ്ട്, അദ്കാർ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് നബവി ഇമാമിന്, വലിയ കിതാബാ. ആ കിതാബിന്റെ പേരെന്താ? അദ്കാർ എന്ന് പറഞ്ഞ ദിക്റുകൾ എന്നാണ് ആ കിതാബിന്റെ പേരെന്നെ. അതായത് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ച മുതൽ തൊട്ട് മൂപ്പര് വരണ അമലിൽ യൗമി വല്ലയിലാണ്, രാവും പകലുമായിട്ട് ഒരാൾ ചെയ്ത് തീർക്കേണ്ട ദിക്ർ, ചൊല്ലി തീർക്കേണ്ട ദിക്റുകൾ എന്നാണ് ആ കിതാബിന്റെ പേര്. പക്ഷെ 400 പേജുണ്ട് ആ കിതാബ്. ദിക്ർ എത്ര ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭൂമിയിൽ ജനിച്ച് ബുദ്ധിയും അകതരവും വന്നത് മുതൽ മരിക്കുന്നത് വരെ ചെല്ലേണ്ട ദിക്റുകളാണ് ആ പറയുന്നത്. മുഴുവൻ ദിക്റുകളാണ്. അവിടെ മൂപ്പര് തുടക്കത്തിൽ തന്നെ പറയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം നവവി തങ്ങൾ പറയാ ഹുദൂറുൽ കൽബി, കൽബിനുള്ള ബോധത്തിനാണ് ദിക്ർ എന്ന് പറയാ. കൽബ് ബോധമില്ലാതാക്കല്ല. ഇപ്പൊ നമ്മൾ എങ്ങനെയാ ദിക്റിന്റെ മജ്‌ലിസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണില്ലേ ഏർപ്പാട്? എങ്ങനെയാ ബോധം ഇല്ലാതാകണവരെ ദിക്റില്ല, ബോധക്കേടിലാകുക, എന്നിട്ട് കുത്തിമറിയ. അവൻ ചെയ്തെന്താണ് അവനിക്ക് തന്നെ അറിയില്ല. അതായത് ഉള്ള ബോധം കൂടി കളയാൻ വേണ്ടി ചില ആളുകൾ കള്ള് വാങ്ങി കുടിക്കും, അല്ലേ? കുറച്ചാൾക്കാർ ബോധം കളയാൻ വേണ്ടി എന്ത് ചെയ്യും? കള്ള് വാങ്ങി കുടിക്കും. കുറെ ആൾക്കാർ ബോധം ഇല്ലാതാക്കാൻ കുറെ ദിക്റങ്ങൾ ചൊല്ലി ബോധം ഇല്ലാതാവും. ഇത് രണ്ടും ഒരേപോലത്തെ ലഹരിയാ. ഇതല്ല വേണ്ടത്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തിലേക്ക് നമ്മളെ ചേർക്കണം. ആ ബോധത്തിൽ പരിമിതമാവണം, ആ ബോധത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയണം.
മഹാന്മാരെ നമ്മുടെ ഔലിയാക്കള് ആരിഫിനുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് ഹൽവത്ത് പറഞ്ഞിട്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എന്താണത്? ആരും കാണാതെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ജനലും വാതിലും ഒന്നും ഇല്ലാതെ ഒരു വാതിൽ അതിനുള്ളിൽ പോയി അവർക്ക് കയറുക, എന്നിട്ട് അത് കുറ്റിയിടുക, അല്ലെങ്കിൽ മലയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടുക. പുറം ലോകമായിട്ടൊരു ബന്ധമല്ല. ഇപ്പോഴും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എത്രയോ ആളുകളെ പറ്റി അങ്ങനെ പറയാറുണ്ട്. പല സ്ഥലത്തും മലകളിലും കാടുകളിലും ഗുഹകളിലൊക്കെ കഴിയുന്ന ആളുകൾ. നമ്മൾ അജ്മീറിലൊക്കെ പോയാൽ രാത്രി കുറേ ആൾക്കാർ ഇറങ്ങി വരാറുണ്ട്. 11 മണിക്ക് മക്കാമ് ദർഗ അടച്ചാൽ രാത്രി കുറേ ആൾക്കാർ കാട്ടിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് കരയലും പിടിക്കലും സങ്കടം പറയലും ആയിട്ട് അവിടെ ആ ദർഗൻ്റെ ചുറ്റുഭാഗത്ത്, മക്കാമിൻ്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാവും. അജ്മീർ ദർഗൻ്റെ പരിസരത്ത് താജുദിൻ്റെ ബാങ്ക് കൊടുത്താൽ അവരൊക്കെ കയറി പോവുകയും ചെയ്യും. ഒക്കെ കാട്ടിലേക്ക് തന്നെ പോകും. പകൽ സമയത്ത് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ പിറ്റേന്ന് രാത്രി അവർ വരിക. ചിലരൊക്കെ സലാം പറഞ്ഞാൽ മടക്കും, ചിലർ സലാം പറഞ്ഞാൽ ആട്ടും. ഞാൻ പലരോടും പോയി സലാം പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട്. ചിലർ സലാം പറഞ്ഞാൽ ആട്ടും, ദേഷ്യപ്പെടും. കാരണം അവരുടെ പ്രേമബാധനമായിട്ട് അവരുടെ പഠിച്ചവനായിട്ടുള്ള ബന്ധത്തിലാണ്. നമ്മൾ ചെന്ന് സലാം പറയണമെന്നും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറെ ആൾക്കാർ ഇന്ന് ലോകത്തൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചവരൊന്നും അല്ല. നമ്മൾ കാണാത്തോ അറിയാത്തരായ എത്രയോ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. അവർ അള്ളാഹുവിന്റെ ദിക്റിലാണ്. അതാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത്തരം ആളുകൾ, അതൊന്നും ഇല്ലാത്ത കള്ള സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധം ഇല്ലാതാകലാണ് ദിക്ർ. പിന്നെ ബോധമല്ല, പിന്നെ എന്ത് കാട്ടിക്കൂട്ടാണ്. പിന്നെ അവർ ചെയ്യുന്നതിനും പറയുന്നതിനും യാതൊരു കാര്യമില്ല. ഉദാഹരണങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. എന്നാൽ ഏത് അമലാവട്ടെ, ഈ ബോധത്തിനാണ് കൂലി. നിക്കരിച്ചതിന് കൂലി കിട്ടൂല, നോമ്പ് നോറ്റതിന് കൂലി കിട്ടൂല, സക്കാത്ത് കൊടുത്തതിന് കൂലി കിട്ടൂല, ഹജ്ജ് ചെയ്താൽ കൂലി കിട്ടും. ഞാൻ പറയണല്ലേ, റസൂലുള്ളാഹി പറയാ, നിങ്ങൾക്ക് കൂലി വേണോ? കൂലി കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ റസൂല് മുആദ് ഇബ്നു അനസ് ജുഹനി റളിയല്ലാഹു അൻഹു തങ്ങള് പറയണം, അന്ന റജുലൻ സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ മുജാഹിദീന അഅ്ലമു അജ്റൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരിൽ ഏറ്റവും കൂലി കിട്ടുന്നവർ ആരാണെന്ന് ചോദിച്ചു ഒരാൾ വന്നിട്ട് നബിനോട്. അയ്യുൽ മുജാഹിദീന അഫ്ളു അയ്യുൽ മുജാഹിദീന അഅ്ലമു അജ്റൻ, ഏറ്റവും വലിയ കൂലി കിട്ടണ യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി വളരെ ലളിതമാണ്. അക്സറുഹും ലില്ലാഹി തആല ദിക്റ, ഏറ്റവും ദിക്റുള്ളവനാണ്. എവിടെ ഈ ദിക്ർ? വാളെടുത്തിട്ട് എതിരാളിയോട് കൂട്ടിമുട്ടുമ്പോഴുള്ള ദിക്റ, യുദ്ധക്കാലത്തിലത്തെ ദിക്റ. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല ദിക്ർ, അവിടുത്തെ ദിക്റായി പറയണ ആ ദിക്റാണ്. അക്സറുഹും ലില്ലാഹി ദിക്റ, അള്ളാഹുവിന് ഏറ്റവും ദിക്റുള്ള മുജാഹിദ് ആരാണോ അവനാണ് ഏറ്റവും കൂലിയുള്ളവനെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇയാൾക്ക് ചോദിച്ച ആൾക്ക് പ്രതീക്ഷിച്ച മറുപടി കിട്ടിയിട്ടില്ല. ചോദിച്ച ആളുടെ ഉദ്ദേശം ഒന്നുമല്ല. അപ്പൊ അയാൾ വീണ്ടും ചോദിച്ചു, നബിയെ, അയ്യു സ്വായിമീന അക്സറുഹും അജ്റ, നോമ്പുകാരിൽ ഏറ്റവും കൂലി കിട്ടണ നോമ്പുകാരൻ ആരാണ്? തോന കൂലിയുള്ള നോമ്പുകാരൻ ആരാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തആല ദിക്റ, തോന ദിക്റുള്ള നോമ്പുകാരൻ ആരാണോ അവൻ തന്നെ. ദിക്റുള്ള നോമ്പ്, ദിക്റുള്ള ജിഹാദ്. അപ്പൊ ഇയാൾ വീണ്ടും ചോദിച്ചു, അപ്പൊ അയ്യുൽ മുസല്ലീന അഅ്ലമു അജ്റ, നിസ്കരിക്കുന്നവരിൽ ഏറ്റവും കൂലിയുള്ള നിസ്കാരക്കാരനാതാ? വീണ്ടും ഇയാൾ ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തആല ദിക്റ, ഏറ്റവും ദിക്റുള്ള നിസ്കാരക്കാരൻ ആരാണോ, ബോധത്തോടുകൂടെ നിസ്കരിച്ചവൻ ആരാണോ, ബോധത്തോടുകൂടെ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളോട് സ്വലാത്ത്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക എല്ലാം ചോദിച്ചു ഇയാള്. കുല്ലു ദാലിക, എന്ത് ചോദിക്കുമ്പോഴും യഖൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് അക്സറുഹും ലില്ലാഹി തആല ദിക്റ. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണത്. എന്ത് ചോദിച്ചപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞ മറുപടി ഏറ്റവും അധികം ദിക്ർ, ഏറ്റവും അധികം ബോധത്തോടുകൂടെ, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തോടുകൂടെ ജിഹാദ് ചെയ്തവനാരോ അവനാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തോടുകൂടെ നിക്കരിച്ചവൻ ആരോ അവനാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തോടു കൂടിയുള്ള നോമ്പുകാരൻ ആരോ അവനാണ്. അപ്പൊ കൂലി നിസ്കാരത്തിനോ നോമ്പിനോ സക്കാത്തിനോ ഹജ്ജിനോ അല്ല, പിന്നെന്തിനാ? ദിക്റിനാണ്. അതിലെ ദിക്റാണ് പ്രധാനം. അപ്പൊ ഏത് അമലിലും ഉണ്ടാകേണ്ട ഒന്നാണ് ദിക്ർ. പക്ഷെ നമ്മളിപ്പോ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദിക്ർ ഏതാ? ഈ തസ്ബീഹ്മാല മറിക്കണ ദിക്റിനാ നമ്മ ദിക്ർ എന്ന് പറയാം. നിസ്കാരം ദിക്റല്ല, സക്കാത്ത് ദിക്റല്ല, സ്വതക്ക ദിക്റല്ല, ഹജ്ജ് ദിക്റല്ല, പാവങ്ങളെ സഹായിക്കൽ ദിക്റല്ല. അതൊക്കെ മാറ്റണം. അതാണ് ദിക്ർ.
ഇത്തരം അമലുകൾ എത്രത്തോളം ഒരാൾക്ക് അധികമുണ്ടോ അവനാണല്ല, അവന്റെ അമലുകൾക്കാണ്, ആ ദിക്റിനാണ് കൂലി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അല്ലാതെ ലദിക്റുൽ മുസ്തമിലു അലാ ഷിയാഹിൻ വൻസിയാജിൻ വശിദ്ദത്തി തഹ്രീക്കിൽ ഉനുക്കി, പെരടി ഇങ്ങനെ ടാട്ടുക, നിന്ന് ചാടുക, അല്ലെങ്കിൽ അതേപോലെ അട്ടഹാസിക്കുക, ഇതൊന്നും അല്ല ദിക്ർ. നമ്മുടെ അമലുകളിൽ ദിക്ർ വേണം. അപ്പോഴാണ് നമുക്ക് കൂലി കിട്ടുക. അതാണ് ഏറ്റവും കൂടുതൽ കൂലി. നമുക്ക് അല്ലാഹു തആല ചെറിയ ആയുസ്സാണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളൂ. ആ ആയുസ്സിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന വലിയ അമലുകളാണ് നമ്മുടെ ഈ അമലുകളിലൊക്കെ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവുക. എല്ലാം എന്ത് കാണുമ്പോഴും അള്ളാഹുവിനെ പറ്റി തന്നെ ഓർക്കുക. കാണുന്നതൊക്കെ അള്ളാഹുവാണ്. കാണുന്നതിലൊക്കെ അള്ളാഹുണ്ട്. ഒരു പുൽക്കൊടി കണ്ടാൽ നമുക്ക് അവിടെ ചിന്തിക്കാതെ ഈ പുൽക്കൊടി എങ്ങനെ ഉണ്ടായി. ആധുനിക ശാസ്ത്രം ഇന്ന് ലോകത്ത് പുരോഗമിച്ച ഏറ്റവും വലിയ അത്ഭുതകരമായ പുരോഗതിയിലാണ് എന്തുള്ളത് ലോകമുള്ളത്. മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ജീവിപ്പിച്ചിട്ട് വീഡിയോ ഇറക്കണം നമ്മൾ കാണുന്നില്ലേ അല്ലേ? എന്താണ് AI? ഇനി അതിലും വലുതൊക്കെ വരാൻ പോണേ. ഇതൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രം ഒരു പുൽക്കൊടി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അല്ല ഉണ്ടാക്കണം. അള്ളാന്റെ സൃഷ്ടികൾ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് തന്നെ കഴിയൂ. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാ. ഈ കാണുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ചോളൂ, ഇതിലൊക്കെ കാണണം നമ്മൾ. പണ്ട് ഹിന്ദു മതത്തിലെ വേദത്തിലൊക്കെ പറയും പോലെ, ഏതൊന്ന് കാണുവത് നാരായണ അർച്ചനകൾ, ഏതൊന്ന് ചൊല്ലുവത് നാരായണ അർച്ചനകൾ, ഏതൊന്ന് കേൾക്കുവത് നാരായണ ശ്രുതികൾ, ഏതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിലും അള്ളാനെ നമുക്ക് കാണാൻ കഴിയണം. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്, അള്ളാന്റെ മഖ്ലൂക്കാണ്. ഇതൊക്കെ അല്ല പടച്ച പടപ്പുകളാ. ഈ പ്രപഞ്ചത്ര ഇത്ര സുന്ദരമായി പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എത്ര സുന്ദരനായിരിക്കും, നിന്റെ സൗന്ദര്യം എത്രയായിരിക്കും. നിന്നെ ഒന്ന് കാണാൻ, നിന്റെ ലിഖ എന്ന് പറയുന്ന ഭാഗ്യം ആ സ്വർഗലോകത്തെങ്കിലും എനിക്ക് നീ നൽകണമേ തമ്പുരാനെ എന്ന് ദ്വാരക്കേണ്ടത് അപ്പോഴാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ദിക്റിൽ വ്യാപൃതരാവണം. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുല്ലിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ ദുനിയാവിലെ സൗകര്യങ്ങളോ നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ബോധമില്ലാത്തവരാക്കരുത്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തിലേക്ക് നമ്മുടെ മക്കളും കുടുംബവും ഭക്ഷണവും വരുമാനവും ചെലവും എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ആ നിലയിൽ അള്ളാഹുവിനെ ഓർക്കുകയും മനസ്സിലാക്കുകയും ആ ബോധത്തിലായി ജീവിച്ച് മരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, ഫായിസീങ്ങളിൽ അള്ളാഹു തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക